അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് കേക്ക് ഉണ്ടാക്കണമെന്ന് വലിയൊരു ആഗ്രഹം വന്നു. അങ്ങനെ എനിക്ക് കേക്ക് ഉണ്ടാക്കി വലിയ ശീലമൊന്നുമില്ല കേട്ടോ. ശീലമൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് യൂട്യൂബിനകത്ത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പം പിള്ളേരൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നു. എന്നാൽ പിന്നെ ഇതെനിക്ക് ഭയങ്കര സിമ്പിളല്ലേ എന്ന് ഓർത്ത് ഞാൻ അവർ പറഞ്ഞ ഒരു 2 മുട്ട എടുത്തു, മൈദ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ 1 കപ്പ് പാല്. ഇത്ര ഐറ്റങ്ങളേ ഉള്ളൂ. അതെല്ലാം ദൈവം സഹായിച്ച് അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ റെഡിയാക്കിയേക്കാമെന്ന് കരുതി അതൊക്കെ കറക്റ്റ് ബാറ്ററൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്ത് അപ്പോൾ ഓവനിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ഹീറ്റ് ചെയ്യണമെന്നാണ്. ഇതിന് മുമ്പിലൊരു കഥയും കൂടെ ഉണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം എന്താണെന്ന്. അപ്പോൾ ഏതായാലും വീടൊന്നും കത്തിപ്പോയില്ല. ഇത് 2ാമത്തെ പരീക്ഷണമാണ് കേട്ടോ. ഇതാണ് ഞാൻ രാവിലെ ഉണ്ടാക്കിയപ്പം കിട്ടിയ സംഭവം. ഏതായാലും ഇത് രാവിലെ ഞാൻ ഉണ്ടാക്കിയപ്പം ഇങ്ങനെ കരിഞ്ഞു പോയി. അത് കഴിഞ്ഞാണ് 2ാമത് ഇങ്ങനെ കിട്ടിയത്. ഏതായാലും ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. വെന്തില്ലേലും അതിൽ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലെ. പക്ഷെ അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുറച്ചും കൂടെ ഇനി അടുത്ത തവണയാകുമ്പം കുറച്ചും കൂടെ ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ ഇനിയും നന്നാക്കാം എന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ട് ഒരു ആത്മധൈര്യം, ഒരു ആത്മവിശ്വാസം അതിൽ നിന്ന് വന്നു. ഏതായാലും അതുകൊണ്ടാണ് രാവിലത്തെ ആ പരുവം കൂടെ ഞാൻ കാണിച്ചത്. അതായത് 2ാമതുണ്ടാക്കിയപ്പോൾ ഇച്ചിരി വേവ് കുറവുണ്ടായിരുന്നു, എന്നാലും ആദ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഭേദമല്ലേ, കാണാനെങ്കിലും കൊള്ളാം. ഏതായാലും ഒന്നുകൂടെ ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെയൊക്കെ ഞാൻ ഓവനിലേക്ക് വെച്ചു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്നറിയത്തില്ല, പക്ഷെ എന്നാലും കിട്ടിയപ്പോൾ അത്ര പെർഫെക്റ്റായിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിലും നന്നാക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ പോകുന്നു കേട്ടോ. അതിന് മുമ്പ് ഒരു കാര്യം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് കൊണ്ടായിരിക്കും ഞാൻ നാളെ ഒരു വലിയ പാചകക്കാരിയായി മാറുന്നത്. അപ്പം ഇതുവരെയും ഇത് ക്ഷമാപൂർവ്വം കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ബായ്.